ഞാൻ ചിക്കു. ഞാൻ ഈ കാട് കാണാൻ വന്നതാ. നിങ്ങളൊക്കെ ആരാണ്? ഞാൻ തേനി, ഈ തേനീച്ചക്കൂട്ടത്തിലെ റാണിയാണ്. ഇവിടുത്തെ പൂക്കളിൽ നിന്നും ഏറ്റവും മധുരമേറിയ തേനെടുത്ത് തേനറകളിൽ ഞങ്ങൾ ശേഖരിച്ചു വെക്കും. ഞങ്ങൾ കാരണമാണ് ഈ കാടിന് തേന്മല എന്ന പേര് വന്നത്. ഓഹോ, തെന്മലയാണല്ലേ തെന്മലയായത്? അതെ, ഈ തെന്മല പ്രകൃതി സ്നേഹികളുടെ സ്വർഗമാണ്. നീ വരും, ഞങ്ങൾ ഈ കാടൊക്കെ നിനക്ക് കാണിച്ചു തരാം. അത് നോക്കി, അവിടേക്ക്. കണ്ടോ നീ അത്? അവിടെ ലൈറ്റ് വന്നിട്ടില്ല. എന്ത് രസമാണ് ഈ സ്ഥലങ്ങള്. ഈ സ്ഥലത്തെ കുറിച്ച് കേട്ടോ ഒക്കെ ശരിയാ. എനിക്ക് ഈ സ്ഥലം ഒത്തിരി ഇഷ്ടായി. അതെ, ഇതാണ് തെന്മല. നമ്മുടെ സ്വന്തം തെന്മല. ആരുടെ ശബ്ദമാണത്? ഇതാണ് ശെന്തുരുണി മരം. ഇവിടെ ഈ പ്രദേശത്ത് മാത്രം അവശേഷിക്കുന്നവയാണിവ. ആഹാ, അപ്പൊ നിനക്ക് ഈ സ്ഥലത്തെ കുറിച്ചുള്ള കഥയൊക്കെ അറിയാലേ? അറിയാമല്ലോ. ഞാൻ വർഷങ്ങളായി അനുഭവിച്ചറിഞ്ഞ കാര്യം, ഇതിലെ കടന്നു പോകുന്ന കാറ്റും കായും പക്ഷി മൃഗാദികളും ഒക്കെ പറഞ്ഞു തന്ന ചരിത്രം, സവിശേഷത, രഹസ്യങ്ങൾ എല്ലാം. ഓ, അപ്പൊ ഇവിടുത്തെ കഥകളൊക്കെ എനിക്ക് പറഞ്ഞു തരാവോ? അതിനെന്താ, പശ്ചിമഘട്ട മലനിരകളിലെ നിത്യഹരിത വനങ്ങളിൽ ഏറ്റവും സംരക്ഷിതമായ വനമാണ്. അപൂർവമായ സിംഹനായകളും ചന്ദനവും ഒക്കെയുള്ള വനം. അതാ നോക്കൂ, ആ മരച്ചില്ലകളിൽ ചാടിക്കളിക്കുന്ന അപൂർവം പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന സിംഹവാലൻ. പിന്നെ നീലഗിരി ലംഗൂർ മുതൽ എത്ര മൃഗങ്ങളെയാണ് ഇവിടെ ഈ തെന്മല സംരക്ഷിക്കുന്നത്. ഓ, ആ കുരങ്ങിന്റെ വാലും മുഖവും കാണാൻ സിംഹത്തിന്റെ പോലെ തന്നെയുണ്ട്. ചില ചെറിയ മൃഗങ്ങൾ ഈ സിംഹവാലിനെ ആണോ? തേൻ ശേഖരിക്കാൻ പോകുമ്പോൾ ഉദയവും അസ്തമയം ഒരേ സ്ഥലത്ത് നിന്ന് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ട് ഇവിടെ. ഓ, അത് കാണാൻ നല്ല രസമായിരിക്കും. രണ്ട് തവണ തെന്മല ഇടവപ്പാതി എന്നറിയപ്പെടുന്ന തെക്ക് പടിഞ്ഞാറൻ കാലവർഷവും തുലാവർഷം എന്നറിയപ്പെടുന്ന വടക്ക് കിഴക്കൻ ചുറ്റുപാടിൽ കാലവർഷങ്ങളിൽ ചേർന്ന് തെന്മലയുടെ മാത്രമായ ഒരു കാലാവസ്ഥ. ഈ ലോകം മുഴുവൻ വറ്റി വരണ്ടു പോകുമ്പോഴും പ്രകൃതിയുടെ വരദാനം മൂലം ഞങ്ങൾ ഇവിടെ അനുസ്യൂതം പ്രയാണം തുടരുകയാണ്.
ഞാൻ കല്ലടയാറ്. നൂറ്റാണ്ടുകളായി ഈ ഭൂമിയുടെ ചരിത്രത്തിന് സാക്ഷിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയാണ്. പാലരുവി എന്ന് കേട്ടിട്ടില്ലേ? ഇവിടെ അടുത്താണ്. 300 അടി ഉയരത്തിൽ പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് പവിത്രമായ തടാകത്തിലേക്ക് കുതിച്ചു ചാടുന്ന വെള്ളച്ചാട്ടമാണ് പാലരുവി. ചരിത്രവും പുരാണങ്ങളും ഇഴചേർന്ന് കിടക്കുന്ന കഥയാണ് തെന്മല. ഒപ്പം ഈ പ്രദേശത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഇവിടെ വികസനത്തിന്റെ പൊൻകിരണങ്ങൾ തെളിയിക്കാൻ ഇവിടുത്തെ പ്രകൃതിയെയും ജൈവ വൈവിധ്യത്തെയും സംരക്ഷിക്കാൻ കഠിന പ്രയത്നം ചെയ്ത ചില വ്യക്തികളുടെ കഥകൾ കൂടി പറയാനുണ്ട് തെന്മലയ്ക്ക്. ഈ പ്രദേശത്തെ കുറിച്ചുള്ള കഥകളൊക്കെ എനിക്കും പറഞ്ഞു തരാമോ? ആ കാണുന്നത് പാണ്ഡവപ്പ. ഒട്ടേറെ ഐതിഹ്യങ്ങൾ ഉറങ്ങിക്കിടപ്പുണ്ട് ഈ പാണ്ഡവപ്പ. മഹാഭാരതത്തിൽ വനവാസകാലം പഞ്ചപാണ്ഡവർ അവരുടെ പ്രയാണത്തിനിടെയാണ് ഈ പ്രദേശം സന്ദർശിച്ചതായി വിശ്വസിക്കുന്നു. വശ്യസുന്ദരമായ ഈ പ്രകൃതിയിൽ ആകൃഷ്ടരായ പഞ്ചപാണ്ഡവരുടെ തമ്പടിച്ചു എന്നാണ് സങ്കല്പം. അതിന്റെ സ്മരണികയാണ് ആ കാണുന്ന പാണ്ഡവപ്പ. അർജുന, ഈ പ്രദേശത്തെ വീക്ഷിച്ചാൽ രമണീയമായ ഈ കാനനം പ്രകൃതിയുടെ നന്മകൾ മുഴുവൻ നിറഞ്ഞതാണ്. വിശ്രമത്തിന് ഉചിതമായ സ്ഥലത്താണ് നാം വന്നെത്തിയിരിക്കുന്നത്. അല്ലയോ ദ്രൗപദി? ആഹാ, ഈ ദീർഘപ്രയാണത്തിൽ നാം സന്ദർശിച്ച വിവിധങ്ങളായ പ്രദേശങ്ങളിൽ വെച്ച് ഏറ്റവും രമ്യമായത് ഈ സ്ഥലമായിരിക്കും. ആഹ്ലാദവും ആശ്വാസവും പകർന്നു നമ്മെ അനുഗ്രഹിച്ച ഈ സ്ഥലം സഞ്ചാരികൾക്കും സന്തോഷം പകർന്നുകൊണ്ട് എന്നും നിലനിൽക്കട്ടെ. ഈ പുണ്യഭൂമിയുടെ മുഖമുദ്രയായി നിൽക്കുന്ന ഈ മഹാശില വരും കാലങ്ങളിൽ നമ്മുടെ നാമത്തിൽ പ്രശസ്തമാവട്ടെ. രണ്ടായിരം വർഷം പഴക്കമുള്ള ബുദ്ധമത ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ അടുത്ത് കുളത്തുപുഴയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പഴയ കാലത്തെ ബുദ്ധമത സാന്നിധ്യം തെളിയിക്കുന്ന ശിലാലിഖിതങ്ങളും ഈ പ്രദേശത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണല്ലോ ശബരിമല. അയ്യപ്പന്റെ ജനനവും ബാല്യവും യൗവനവും സംബന്ധിച്ചുള്ള ഐതിഹ്യങ്ങളിൽ സൂചിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഈ പ്രദേശത്താണ്. കുളത്തപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവ് എന്നീ ക്ഷേത്രങ്ങൾ ശബരിമല അയ്യപ്പന്റെ ജീവിതത്തിലെ സുപ്രധാനമായ 3 കാലഘട്ടങ്ങളെ അനുസ്മരിപ്പിക്കുന്നവയാണ്. ശബരിമലയുമായി ചേർന്ന് നിൽക്കുന്ന ബാബരുടെ ഇസ്ലാം മതത്തിന്റെ സാന്നിധ്യം അക്കാലത്ത് മതങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന സാഹോദര്യം വ്യക്തമാക്കും. ഈ പ്രദേശത്ത് വികസനവും വിദ്യാഭ്യാസവും എത്തിക്കുന്നതിൽ പിൽക്കാലത്ത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനവും വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. 14-ാം നൂറ്റാണ്ടിൽ പ്രതാപശാലിയായ കുലശേഖരവർമ്മയെ പോലുള്ള രാജാക്കന്മാരുടെ ഭരണത്തിൽ വേണാട് വലിയ വളർച്ച പ്രാപിച്ചു. അക്കാലത്താണ് യൂറോപ്യന്മാർ ഇവിടേക്ക് എത്തുന്നത്. At last we have reached the land of Babylon. പ്രത്യേകിച്ച് അക്കാലത്ത് വളരെ വിരളമായി മാത്രം ലഭ്യമായിരുന്ന കറുത്ത പൊന്നു എന്നറിയ